ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 10ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞായറാഴ്ച മികച്ച രീതിയിലുള്ള തുടക്കം തന്നെ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നു. എന്തായാലും ഈ സിനിമ ഇന്നത്തോടെ 76 കോടി കടക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. സിനിമയുടെ 8 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയൂടെ ചെയ്യണം. മലയാള സിനിമയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ചിത്രം തന്നെയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ മാത്രമല്ല, മലയാള സിനിമയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഈ ഒരു സിനിമയെ വാഴ്ത്തിപ്പെടുത്താം. എന്തായാലും സിനിമ അങ്ങനെ കുതിച്ചുയരുമ്പോൾ 75 കോടിയിലേക്ക് എത്തുകയാണ്. കേരള കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 1,72,00,000 രൂപയാണ് 8ാം ദിനം നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 21 ലക്ഷം രൂപ നേടിയപ്പോൾ GCCയിൽ നിന്ന് 1,75,00,000 രൂപയ്ക്ക് മുകളിൽ വെള്ളിയാഴ്ച കളക്ഷൻ വന്നു. റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് 35 ലക്ഷം രൂപയും വന്നപ്പോൾ 4,30,00,000 രൂപയോളമാണ് സിനിമയുടെ വന്നത്. അതായത് 8 ദിനം കൊണ്ട് 67 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ വന്നു. 9ാം ദിനമായ ശനിയാഴ്ചയും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നത്. ഫൈനൽ കളക്ഷനായി വന്നത് 1 കോടിക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെ വരികയാണെങ്കിൽ 1,63,00,000 രൂപയോളമാണ്. 1,222 ഷോകളിൽ നിന്ന് 98,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് 2 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും 2 കോടിയിലേക്ക് എത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 30 കോടി കടക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും GCCയിലും സിനിമ 30 കോടി കടന്നു എന്നുള്ളതും എടുത്തു പറയാം. അതായത് ഈ ഒരു ശനിയാഴ്ച സിനിമ 5 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ട് നേടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് സിനിമയ്ക്ക് 72 കോടിയിലേക്ക് എത്തും. ഇന്ന് ഞായറാഴ്ച മികച്ച കളക്ഷനോട് കൂടി തന്നെ സിനിമ ഉയരും എന്നുള്ളതും ഉറപ്പിക്കുകയാണ്. മണിക്കൂറിൽ ഇപ്പോൾ 2,800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട്. എന്തായാലും ഇന്ന് ഫൈനലായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 77-78 കോടിയോളം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എത്തുമെന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ സിനിമ 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനോടകം തന്നെ വിജയ ആശംസകളും അല്ലെങ്കിൽ വിജയ ഒരു പോസ്റ്ററും ഒക്കെ കാര്യങ്ങളുമായി മമ്മൂട്ടി എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, മമ്മൂട്ടി കമ്പനിയുടെ സക്സസ് ട്രെയിലറും പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്നൊരുക്കിയിരിക്കുകയാണ് മമ്മൂട്ടി. വേറെ ഒരു നടനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ലെവലിലുള്ള പ്രകടനം തന്നെയാണ്. ഇന്ന് ഹേറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഡീഗ്രേഡേഴ്സിനെയോ കാണാനുണ്ടെങ്കിലും വാ തുറക്കുന്നത് ആവറേജ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായി പോകുമെന്നറിയാം. കാരണം ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അവരാരും ചിന്തിച്ചിട്ട് പോലുമില്ല. അവരവരുടെ നടന്മാരിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതും ഇതുമൊക്കെ പറഞ്ഞ് ഗംഭീരമെന്ന് പറഞ്ഞ് എത്തിക്കുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കളക്ഷനിൽ അതൊക്കെ മുന്നിൽ പോയിട്ടുണ്ടാകാം. പക്ഷേ പ്രകടനത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയോളം ആരുമില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാവുകയാണ്. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 2022 തൊട്ട് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് 50 കോടി ഉള്ള ഏക നടൻ അത് മമ്മൂട്ടി തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയ.